ഹായ് കൂട്ടുകാരെ, ആൻഡ്രോ ക്രിയേഷൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ, അതായത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഏതെങ്കിലും കാരണവശാൽ സേഫ് മോഡിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ഫോണിൻ്റെ താഴെയായിട്ട് സേഫ് മോഡ് എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചിരിക്കുന്ന കാണാൻ സാധിക്കും. ഇതേപോലെ സേഫ് മോഡിലേക്ക് വരികയാണെങ്കിൽ ഈ സേഫ് മോഡിൽ നിന്നും എങ്ങനെ നമുക്ക് എക്സിറ്റ് ചെയ്യാം, നമ്മൾ നോർമൽ മോഡിലേക്ക്, നമ്മൾ സാധാരണ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന നോർമൽ മോഡിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചാണ്. സേഫ് മോഡ് എന്ന് പറയുന്നത്, നമ്മുടെ ഫോൺ ഏതെങ്കിലും കാരണവശാൽ സേഫ് മോഡിൽ ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഫോൺ സിസ്റ്റം ആപ്ലിക്കേഷൻസുകൾ മാത്രമേ നമ്മുടെ ഫോണിൽ വർക്ക് ചെയ്യുള്ളൂ. അതായത് നമ്മൾ ഫോൺ വാങ്ങുമ്പോൾ എങ്ങനെയാണോ സിസ്റ്റം ആപ്ലിക്കേഷൻസ് ഉണ്ടാവുക, അതേപോലെ ആ ആപ്ലിക്കേഷൻ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. നമുക്ക് വാട്സപ്പോ അങ്ങനത്തെ, അതായത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസുകൾ ഒന്നും തന്നെ നമ്മുടെ ഫോണിൽ കാണത്തില്ല. അഥവാ ഉണ്ടെങ്കിൽ പോലും അതൊന്നും ഓപ്പൺ ആകത്തില്ല എന്നുള്ളതാണ്. അതായത് സേഫ് മോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ നമുക്ക് സിസ്റ്റം കമ്പനി നൽകുന്ന ആപ്ലിക്കേഷനുകൾ മാത്രം ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു മോഡാണ്. ഈ ഒരു സേഫ് മോഡ് എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതൊരു ടെസ്റ്റിംഗ് മോഡാണ്. അതായത് നമ്മുടെ ഫോണിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, അത് സോഫ്റ്റ്വെയർ സംബന്ധമായ പ്രശ്നമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾ മുഖേന ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മോഡാണ് സേഫ് മോഡ് എന്ന് പറയുന്നത്. മിക്ക ടെക്നീഷ്യന്മാരും ഫോൺ കംപ്ലൈൻ്റ് ആയിട്ട് ഏതെങ്കിലും ഫോൺ കംപ്ലൈൻ്റ് ആയിട്ട് കൈ കിട്ടുമ്പോഴത്തേക്കും നമ്മൾ സേഫ് മോഡിലിട്ട് ചെക്ക് ചെയ്യാറുണ്ട്. അത് എന്തെങ്കിലും ഫോണിൻ്റെ എന്താണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് നമുക്ക് ഈസിയായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി സേഫ് മോഡിലിട്ട് നമ്മളത് ചെക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഫോൺ ഏതെങ്കിലും കാരണവശാൽ സേഫ് മോഡിൽ സ്റ്റക്കായിട്ട്, ഇതേപോലെ സേഫ് മോഡിൽ സ്റ്റക്കായിട്ട് മാറാതെ നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്ന് എക്സിറ്റ് കിടക്കുന്ന രീതിയാണെന്ന് പറയാൻ പോകുന്നത്. അത് നിങ്ങൾ ഒരു ഷോപ്പിലും കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസുകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. നമ്മുടെ ഫോൺ സേഫ് മോഡിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫോണിൻ്റെ താഴെയായിട്ട് സേഫ് മോഡ് എന്ന് പറഞ്ഞ് ഒരു ഐക്കൺ കാണാൻ സാധിക്കും. താഴെയോ മുകളിലോ സൈഡിലോ കാണാൻ സാധിക്കും, സേഫ് മോഡ് എന്ന് എഴുതിയിരിക്കാൻ കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ പവർ ബട്ടണിൽ ലോങ് ആയിട്ട് പ്രസ് ചെയ്യുക. ലോങ് ആയിട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ആയിട്ട് റീസ്റ്റാർട്ട് അല്ലെങ്കിൽ റീബൂട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. മനസ്സിലാക്കുക, റീസ്റ്റാർട്ട് അല്ലെങ്കിൽ റീബൂട്ട്, ഈ രണ്ട് ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ഫോണിൽ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓണായി വരും. നിങ്ങൾ വേറെ ഒന്നും തന്നെ ചെയ്യേണ്ട. നിങ്ങൾ റീസ്റ്റാർട്ട് അല്ലെങ്കിൽ റീബൂട്ട് എന്ന് പറഞ്ഞ ഓപ്ഷന് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് മൊബൈൽ ഒരു സൈഡിൽ വയ്ക്കുക. കുറച്ച് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഫോൺ താനെ ഓണായി വരും. ഫോൺ ഓണായി വന്നു കഴിഞ്ഞാൽ ആ ഒരു സേഫ് മോഡ് എന്ന് പറയുന്ന ആ ഒരു മോഡ് മാറി നിങ്ങളുടെ സാധാരണ നോർമൽ മോഡിലേക്ക് നിങ്ങളുടെ ഫോൺ വരും. കണ്ടോ, ഫോൺ ഓൺ ആയിട്ടുണ്ട്, വേറെ യാതൊരു പ്രോബ്ലംസും ഇല്ല. സേഫ് മോഡ് മാറിയിട്ടുണ്ട്, നോർമൽ മോഡിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാ ആപ്ലിക്കേഷൻസുകളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നേരത്തെ വാട്സപ്പ് ഒന്നും ഇവിടെ ഇല്ലായിരുന്നു, ഇപ്പോൾ എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്, കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സേഫ് മോഡ് മാറിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ കാണാൻ സാധിക്കും സേഫ് മോഡ് എന്ന് പറഞ്ഞ ഐക്കൺ എല്ലാം മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങളുടെ സേഫ് മോഡ് മാറുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ല, നിങ്ങളുടെ ഫോണിൽ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ മെത്തേഡിലേക്ക് പോകുക. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെ സേഫ് മോഡിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ വോളിയം അപ്പ് ബട്ടൺ, ഡൗൺ ബട്ടൺ, പവർ ബട്ടൺ, ഈ 3 ബട്ടണും ഒന്നിച്ച് പ്രസ് ചെയ്യുക. ഒരുപക്ഷെ ചില സാംസങ് ഫോണിലൊക്കെ, ചില ഫോണുകളിലൊക്കെ ഇവിടെ ഒരു ബട്ടൺ കാണാൻ സാധിക്കും, ഹോം ബട്ടൺ കാണാൻ സാധിക്കും. ഈ ഒരു ഹോം ബട്ടൺ ഉണ്ടെങ്കിൽ ആ ഒരു ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ഏതൊക്കെ ഫിസിക്കൽ കീ നിങ്ങളുടെ ഫോണിലുണ്ടോ ആ ഫിസിക്കൽ കീ എല്ലാം ഒന്നിച്ച് പ്രസ് ചെയ്യുക. ഹോം ബട്ടൺ കൂടി ഉണ്ടെങ്കിൽ ഹോം ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ഇതിൽ ഹോം ബട്ടൺ ഇല്ല, ഇതിൽ വോളിയം അപ്പ്, ഡൗൺ ആൻഡ് പവർ ബട്ടൺ, ഈ ഒരു 3 ബട്ടണും ഒന്നിച്ച് പ്രസ് ചെയ്യുക. ഒന്നിച്ച് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് നേരം, ഒരു 10 സെക്കൻഡ് വരെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ ഓഫ് ആവും. ഫോൺ ഓഫായിട്ട് വീണ്ടും ഫോൺ ഓണായി വരുമ്പോഴത്തേക്കും ആ ഒരു സേഫ് മോഡ് നിങ്ങളുടെ ഫോണിൽ നിന്നും മാറുന്നതായിരിക്കും. ഈ 2 മെത്തേഡ് ചെയ്തിട്ടും നിങ്ങളുടെ ഫോൺ യാതൊരു സേഫ് മോഡ് മാറാതെ വീണ്ടും സേഫ് മോഡ് തന്നെ ഓണായി വന്നിട്ടും വീണ്ടും സേഫ് മോഡ് തന്നെ വരികയാണെങ്കിൽ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അതിനായിട്ട് അത്തരം പ്രോബ്ലംസ് വരുമ്പോഴത്തേക്കും മിക്കവാറും നിങ്ങളുടെ ഫോണിൻ്റെ വോളിയം കീയിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതായത് വോളിയം കീ സ്റ്റക്കിങ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ വോളിയം കീയിലെ റെസിസ്റ്റൻസ് കീയിൽ എന്തെങ്കിലും വാല്യൂയിൽ എന്തെങ്കിലും വ്യത്യാസം വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും വോളിയം കീ എന്തെങ്കിലും ഷോർട്ടായിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ാണ് ഇത്തരം പ്രോബ്ലംസുകൾ സേഫ് മോഡ് മാറാതെ തന്നെ നമ്മുടെ ഫോണിൽ അങ്ങനെ തന്നെ നിൽക്കുന്നത്. അത് നിങ്ങളൊരു ടെക്നീഷ്യൻ്റെ കൈ കൊടുത്ത് ബോർഡിലുണ്ടാകുന്ന എന്തെങ്കിലും ഇഷ്യൂസ്, അതായത് വോളിയം കീ സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അത് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിൻ്റെ സേഫ് മോഡ് മാറുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ 2 മെത്തേഡ് ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഈ 2 മെത്തേഡ് റെഡി ആയില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഷോപ്പിൽ പോയി നിങ്ങളുടെ വോളിയം കീയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ വോളിയം കീ സ്റ്റക്കായിരുന്നാലാണ് കൂടുതലും ഇത്തരം പ്രോബ്ലംസുകൾ സ്ഥായിയായിട്ട് വരുന്നത്. ഓക്കെ, നിങ്ങളത് മനസ്സിലാക്കുക. സേഫ് മോഡിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ
അത് എങ്ങനെ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് എനേബിൾ ചെയ്യാം, അത് എങ്ങനെയൊക്കെ നമുക്കത് ഫോണിൽ നമുക്ക് ചെക്ക് ചെയ്യാം, കംപ്ലയിൻസുകൾ എങ്ങനെ ചെക്ക് ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. സേഫ് മോഡിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഒരു വീഡിയോ തന്നെ നിങ്ങൾക്ക് ഞാൻ തയ്യാറാക്കി തരുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.